തൃശൂർ ജില്ലയിലെ ശബരിമല എന്നും സ്ത്രീകളുടെ ശബരിമല എന്നും അറിയപ്പെടുന്ന അയ്യപ്പ ക്ഷേത്രമാണ് ദേവരാജഗിരി ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. ശബരിമല എന്ന ഭക്തജനങ്ങൾ വിളിക്കുന്നതിന് പ്രധാനമായി കാണുന്ന കാരണം ഒരു വലിയ കുന്നിൻ മുകളിലാണ് ക്ഷേത്രം എന്നത് തന്നെ. സ്വാമിയേ ശരണമയ്യപ്പ. ദേവരാജഗിരി ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമായിട്ട് പറയാനുള്ളത്, പൂർവിക ഒരു 100 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഈ ക്ഷേത്ര സങ്കേതം ക്ഷേത്രമാകുന്നതിന് മുൻപ് തന്നെ ഇവിടെ ഒരു ശാസ്താവിനെ ആരാധിക്കുന്നൊരു സാഹചര്യം നിലനിന്നിരുന്നു. ഇതൊരു വനമായിട്ട് കിടന്ന കാലഘട്ടങ്ങളിൽ ഗോക്കളെയും ആടുകളെയൊക്കെ മേച്ച് നടന്നിരുന്ന കാലഘട്ടങ്ങളിൽ ഇവിടെ മേയ്ക്കാൻ വരുന്ന സമയത്ത് മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും മുക്തി നേടാൻ വേണ്ടി നാളികേരമടച്ച് ശാസ്താ സങ്കല്പത്തിൽ നാളികേരമടച്ചുകൊണ്ട് ആരാധിച്ചിരുന്നൊരു ശിലയും ഇവിടെ പൂർവികമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിൻകാലത്ത് ഒരു സന്യാസി വര്യൻ ഈ ക്ഷേത്ര സങ്കേതത്തിൽ വന്ന് തപസ്സനുഷ്ഠിക്കുകയും കുറേ കാലം ഒരു കുടിൽ കെട്ടി താമസിച്ച് ആൾ അന്ന് പറഞ്ഞു പോവുകയുണ്ട്, ഇതൊരു മഹാസങ്കേതമാണ്, ഒരു ക്ഷേത്ര സങ്കേതമായിട്ട് വരും, ഒത്തിരി അഭിവൃദ്ധിയിലേക്ക് വരുന്നൊരു ക്ഷേത്രമായിട്ടിത് മാറും, ഇതൊരു ദേവഭൂമിയാണ്, അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ക്ഷേത്രമൊക്കെ വരും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാലം ആളിങ്ങനെ വന്നു. പിന്നെ പിൻകാലത്ത് ആൾ എവിടേക്ക് പോയെന്ന് തന്നെ അറിയില്ല. അങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ആൾക്ക് ഇവിടെ അടുത്തുള്ള വീടുകളിൽ നിന്ന് പാലും പഴവും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിവേദ്യമായിട്ട് ആൾക്ക് കൊണ്ട് കൊടുത്തിരുന്നു. പിന്നീട് ആൾ എവിടെ പോയെന്ന് തന്നെ അറിയില്ല. അങ്ങനെ ഇവിടെ ഒരു ദേവൻ്റെ ദർശനം ഉണ്ട് എന്നുള്ളൊരു സ്വപ്ന അവസ്ഥയിൽ അടുത്ത ക്ഷേത്രമായ പൂലാനി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ അന്നത്തെ പുരോഹിതനായ നാനാട്ടി കുട്ടപ്പൻ, കിട്ടുണ്ണി എന്ന് വിളിക്കുന്ന ആൾക്ക് ദർശനമുണ്ടെന്ന് പറയുകയും അങ്ങനെ ഇവിടെ അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞ് ആ കാലഘട്ടത്തിലാണ് നമ്മളിവിടെ ഒരു ക്ഷേത്രത്തിൽ ആദ്യമായിട്ടൊരു വിളക്ക് നടത്തുകയാണ്. അയ്യപ്പൻ്റെ വിളക്കാണ് ആദ്യം നടത്തുന്നത്. ആ വിളക്കിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഈ ക്ഷേത്രം ഒരു പുനരുദ്ധാരണത്തിലെ രീതിയിലേക്ക് കൊണ്ടുവരുന്നത് വിളക്കിന് ശേഷമാണ്. അന്ന് അവിടുത്തെ ആ ആചാര്യൻ തന്നെ എടത്രക്കാവ് ക്ഷേത്രത്തിൽ ഉള്ള മുങ്ങി അവിടെ നിന്നൊരു ശിലയെടുത്ത് ആദ്യത്തെ ഇവിടുത്തെ പ്രതിഷ്ഠ ഒരു ശിലാരൂപത്തിലുള്ള പ്രതിഷ്ഠയായിരുന്നു. ആ ശിലാപ്രതിഷ്ഠ കുറേ കാലം ഇങ്ങനെ ആരാധിച്ചു വന്നിരുന്നു. എല്ലാ ദിവസവും അന്ന് പൂജയുണ്ടായിരുന്നില്ല. ആഴ്ചയിൽ ശനിയാഴ്ച മാത്രം പൂജ ചെയ്ത് ആചരിച്ച് വന്നു. മണ്ഡലം 1 വിളക്ക്, വൃശ്യം 1 വിളക്കായിട്ട് ആചരിച്ചും മകരമാസത്തിൽ അല്ലെങ്കിൽ ധനുമാസത്തിൽ അന്ന് കൃഷിയെ ആസ്പദമാക്കിയിട്ടാണ് ഉത്സവങ്ങൾ ആചരിച്ചിരുന്നത്. ആ ധാന്യങ്ങളൊക്കെ ഇവിടേക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ഇവിടെ ഉത്സവം ആചരിച്ചു വരുന്നൊരു കാലഘട്ടമായിരുന്നു. അത് അങ്ങനെ കുറച്ച് കാലം ആചരിച്ചതിന് ശേഷം ഒരു ദേവപ്രശ്നം വയ്ക്കുകയും ശാസ്താവ് തന്നെയല്ലാതെ കൊണ്ട് വേറെ ദേവതകളുണ്ടെന്ന് കാണുകയും അതിനനുസരിച്ച് ഒരു ശ്രീകോവിൽ പണിത് ആദ്യം ശാസ്താവിന് ഒരു സ്ഥാവയ രൂപത്തിലുള്ള ബിംബപ്രതിഷ്ഠ നടത്തുകയും അതോടൊപ്പം തന്നെ ഉപദേവതമാർക്കുള്ള ക്ഷേത്രം പണിയുകയാണ് ചെയ്തിട്ടുണ്ടായി. അത് കഴിഞ്ഞ് പരിവാരങ്ങളുടെ പ്രതിഷ്ഠ നടത്തി. പരിവാര പ്രതിഷ്ഠയോടുകൂടിക്ക് ശേഷം ധ്വജപ്രതിഷ്ഠ. ഇന്ന് നമ്മൾ ആചരിച്ചു വരുന്നത് 8 ദിവസത്തെ ഉത്സവമായിട്ട് ആചരിച്ചു വരികയാണ്. 41-ന് ആറാട്ടായിട്ട് വരുന്ന രീതിയിലുള്ള ഉത്സവമാണ് ആചരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തുടർന്നുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നു പോന്നിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് ഭക്തന്മാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം നടന്നു എന്ന് വന്ന് രണ്ടാമത് ഇവിടെ വന്ന് പറയുകയും അതിനു വേണ്ടിയുള്ള വഴിപാടുകൾ ചെയ്യാൻ ധാരാളം ഉണ്ടായിട്ടുണ്ട്. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുടെ ജോലി സംബന്ധമായിട്ടും വിവാഹ സംബന്ധമായുള്ള ഒരുപാട് കാര്യങ്ങൾ വന്ന് വഴിപാടുകൾ ചെയ്യാറുണ്ട്. ഇപ്പോഴും ധാരാളം പേര് വരുന്നുണ്ട്. പുറമേ നിന്ന്
വൈപ്പിൻ നിന്ന് വരെ കെട്ട് നിറച്ച് ഇവിടെ പഴയ ക്ഷേത്രമായിരുന്ന കാലഘട്ടത്തിൽ പോലും കെട്ട് നിറച്ച് ഇവിടെ വന്ന് ഇവിടെ അഭിഷേകം നടത്തി പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പിൻകാലത്ത് ആ മേഖലയിൽ നിന്ന് വരവില്ലായിരുന്നു. എങ്കിലും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമെല്ലാം കെട്ട് നിറച്ച് ഇവിടെ വന്ന് ഇപ്പോഴും വർഷത്തിൽ അഭിഷേകം ചെയ്ത് വരുന്നുണ്ട്. സ്ത്രീകളുടെ ശബരിമല എന്നുള്ള രീതിയിൽ ആരാധിക്കുന്ന എല്ലാവർക്കും, എല്ലാ പ്രായത്തിലുള്ളവർക്കും ഇവിടെ വന്ന് കെട്ട് നിറച്ച് വരാനും ഇവിടെ വന്ന് അഭിഷേകം നടത്തി പോകുവാനും എല്ലാവിധ സൗകര്യമുള്ളൊരു സങ്കേതമാണ് ഇവിടെ. വിശേഷമായിട്ട് എല്ലാ ശനിയാഴ്ചയാണ് വിശേഷമായിട്ട് ഇവിടെ ആചരിക്കുന്നത്. അതോടൊപ്പം തന്നെ മലയാള മാസം 1-ാം തീയതി വിശേഷമാണ്. ഭഗവാന് വിശേഷമായിട്ട് കലശാടി പൂജയും അഭിഷേകം കാര്യങ്ങളെല്ലാം ഉണ്ട്. അന്ന് അന്നദാനമുണ്ട്. പിന്നെ ഉത്സവത്തിന് വിശേഷമായിട്ട് എല്ലാ ദിവസത്തെ ഈ ശ്രീഭൂതബലിയോട് കൂടിയുള്ളത് ഉത്സവാചരണം കാര്യങ്ങൾ മുളയിട്ട് ഉള്ള ഉത്സവമാണ് നടക്കുന്നത്. ഉത്സവ ബലിയുണ്ട്, പടിപൂജകൾ നടത്തുന്നുണ്ട്. അങ്ങനെ ആറാട്ടോടുകൂടി അവസാനിക്കുന്നു ഉത്സവാചരണം. നവരാത്രി നമ്മൾ 3 ദിവസമാണ് ഇവിടെ കൂടുതലായിട്ട് ആചരിക്കുന്നത്. ആ ഈ 3 ദിവസത്തെ വിശേഷമായ പൂജകളും കാര്യങ്ങളും വിദ്യാരംഭവും ധാരാളം കുട്ടികൾ വരാറുണ്ട്. 100-200 പേരിൽ കൂടുതൽ തന്നെ പുസ്തകങ്ങൾ തന്നെ പൂജയ്ക്ക് വയ്ക്കാൻ വരാറുണ്ട് കുട്ടികൾ. വിദ്യാരംഭത്തിനും 10-20 പേരിൽ കുറയാതെ ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു സ്കൂൾ തുറക്കുന്നതിന് മുൻപായിട്ട് നമ്മളെല്ലാ കുട്ടികൾക്കും ഇവിടെ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് പുസ്തക വിതരണവും പേനയൊക്കെ കൊടുക്കുന്നൊരു ഇതുണ്ട്. വിദ്യാഗോപാല മന്ത്രാർച്ചന നടത്താറുണ്ട്. പിന്നെ മകരവിളക്ക് വിശേഷമായിട്ട് ആചരിക്കാറുണ്ട്. കർക്കിടകം 1 തുടങ്ങിയിട്ട് 32 ദിവസം മുടങ്ങാതെ ഗണപതി ഹോമവും ദേവീ പൂജയും നടക്കുന്നു. ചിങ്ങം 1 മഹാഗണപതി ഹോമമായിട്ട് നടക്കുന്നു. ഇത്തരം വിശേഷങ്ങളാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. മകരമാസത്തിലെ രേവതി നക്ഷത്രം പ്രതിഷ്ഠാദിനമായി ആചരിച്ചു വരുന്നു. വിദ്യാഗോപാല മന്ത്രാർച്ചന, രാമായണ മാസാചരണം, ചിങ്ങപ്പിറവിയിലുള്ള മഹാഗണപതി ഹവനം, ആയില്യമൂട്ട്, സർപ്പദേവതയ്ക്ക് വിശേഷാൽ പൂജ, നവരാത്രി ആഘോഷം, വൃശ്ചിക മാസത്തിലെ 41 വിളക്കും മണ്ഡലകാലാചരണം എന്നീ പ്രധാനപ്പെട്ട ആഘോഷങ്ങളും ഇവിടെ നടന്നുവരുന്നു. മണ്ഡലകാലത്തെ ഉത്സവത്തിന് ആറാട്ടോടുകൂടിയാണ് പരിസമാപ്തി കുറിക്കുന്നത്. മകരത്തിലെ രേവതി നക്ഷത്രത്തിൽ പ്രതിഷ്ഠാദിന ചടങ്ങുകളും നടന്നുവരുന്നു. എല്ലാ മാസവും 1-ാം തീയതി അന്നദാനം, തുലാമാസത്തിലെ ആയില്യം നാളിൽ പുള്ളുവൻ പാട്ട്, സർപ്പബലി എന്നീ ചടങ്ങുകളും ക്ഷേത്രത്തിൽ ഭക്തിയോടെ നടന്നുവരുന്നു.